വട്ടിയൂർക്കാവ് നിയമസഭാ മണ്ഡലത്തിന്റെ മത്സര ചിത്രം തെളിഞ്ഞിരിക്കുന്നു. തീപാറുന്ന പോരാട്ടമായിരിക്കുന്നതിൽ ഒരു സംശയവുമില്ല. ഇപ്പോൾ UDF സ്ഥാനാർത്ഥി കെ മുരളീധരൻ തെരഞ്ഞെടുപ്പ് പ്രചരണം ആരംഭിച്ചിട്ടുണ്ട്. കെ എം എത്രത്തോളം ആത്മവിശ്വാസമുണ്ട്? പൂർണ്ണമായിട്ട് ആത്മവിശ്വാസത്തിൽ തന്നെയാണ്, ഒരു കുഴപ്പമില്ല. വീണ്ടും ഒരു തിരിച്ചുവരവാണ് മണ്ഡലത്തിലേക്ക്. തീർച്ചയായും ഞാൻ പറയാം, ഇവിടെ കഴിഞ്ഞ 2011 മുതൽ ഞാൻ ഇവിടുത്തെ വോട്ടറാണ്, ഇപ്പോഴും മാറിയിട്ടില്ല. വടകര MP ആയിരുന്ന കാലത്ത് ഇവിടെ തന്നെയായിരുന്നു വോട്ട്. പക്ഷേ ഇടതുപക്ഷ സ്ഥാനാർത്ഥി പറയുന്നത് മണ്ഡലത്തെ തിരസ്കരിച്ചു പോയി എന്നുള്ളതാണ്. അദ്ദേഹം കഴക്കൂട്ടം വാർഡിനെയും മേയർ സ്ഥാനമൊക്കെ തിരസ്കരിച്ചിട്ടല്ലേ MLA വന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആശയദാരിദ്ര്യമാണ്. ഞാൻ സാധാരണ ഇതൊന്നും ഇലക്ഷനിൽ ചർച്ചാ വിഷയമല്ല. അപ്പോൾ അദ്ദേഹം കോവിഡ് കാലത്ത് കഴക്കൂട്ടത്തിൽ കൗൺസിലർ ഉണ്ടായിരുന്നില്ല ആ വാർഡിൽ. അതിനെക്കുറിച്ച് എന്താ പറയാത്തത്? ഇനി എന്ത് പറഞ്ഞായിരിക്കും ജനങ്ങളോട് വോട്ട് ചോദിക്കുക? വികസനം തന്നെ, വികസന കാര്യങ്ങൾ തന്നെ, അല്ലാതെ മറ്റൊന്നുമല്ല. ഞാൻ വികസനം മാത്രമേ പറയാറുള്ളൂ, ആരും കുറ്റം പറഞ്ഞുകൊണ്ട് ഞാൻ വോട്ട് ചോദിക്കാറില്ല. അതിൽ BJPക്ക് വലിയ തരത്തിൽ വോട്ട് വളർച്ചയുള്ള ഒരു മണ്ഡലം കൂടിയാണ് അത്. ലോക്സഭാ തെരഞ്ഞെടുപ്പാണെങ്കിലും തദ്ദേശ തെരഞ്ഞെടുപ്പാണെങ്കിലും അങ്ങനെ ഒരു കണക്ക് കാണാനുണ്ട്. അതൊരു ആശങ്കയുണ്ട്. അന്ന് BJP കേന്ദ്രത്തിൽ BJPക്ക് അധികാരത്തിൽ വരുന്നുള്ള ഒരു രീതിയിൽ അന്ന് അവർക്ക് ചെയ്തു. ഭരണം കോർപ്പറേഷനിൽ പിടിക്കാൻ സാധ്യത BJPക്ക് എന്നുള്ളത് ചെയ്തു. ഇവിടെ അങ്ങനെയല്ല, ഇവിടെ UDF ആണ് അധികാരത്തിൽ വരിക. അപ്പോൾ അതുകൊണ്ട് ആ വോട്ട് അവർ UDFന് തന്നെ തരും. ഔദ്യോഗിക സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇതുവരെ നടന്നിട്ടില്ല. നാളെ കാലത്ത് വരും. അത് ആൾക്കാർക്ക് ഫീൽഡിലോട്ട് ഇറങ്ങാനുള്ള, സ്ഥാനാർത്ഥികൾക്ക് ഫീൽഡിലോട്ട് ഇറങ്ങാനുള്ള ഒരു തടസ്സം ഉണ്ടാക്കും. പുതിയ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് ഒരു ബുദ്ധിമുട്ടുണ്ടാവും. ഇനി എന്താണ് അത്? എന്നാലും അതൊക്കെ കവർ ചെയ്യാൻ പറ്റും. എന്ത് വാഗ്ദാനം നൽകുന്നു ജനങ്ങൾക്ക് വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ? എൻ്റെ കാലത്ത് ആരംഭിച്ച മെഡിക്കൽ കോളേജ്, അടച്ചുപൂട്ടിയ മെഡിക്കൽ കോളേജ്, അത് തുറക്കും. ജംഗ്ഷൻ വികസനം എൻ്റെ ഒരു സ്വപ്നമായിരുന്നു, അത് പൂർത്തീകരിക്കും. ഇനി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാനുണ്ടെങ്കിൽ അത് പൂർത്തീകരിക്കും. ഏറ്റവും വലിയത് പൂട്ടിയ മെഡിക്കൽ കോളേജ് റീഓപ്പൺ ചെയ്യും. ഒരു ഭരണവിരുദ്ധ വികാരം മണ്ഡലത്തിൽ കൂടുതലുണ്ട്, എല്ലായിടത്തും ഉണ്ട്. തികഞ്ഞ ആത്മവിശ്വാസം. ഭൂരിപക്ഷം പ്രവചിക്കുന്നു? ഞാൻ പ്രവചിക്കുന്നില്ല, നല്ല ഭൂരിപക്ഷത്തോടെ ജയിക്കും. കെ മുരളീധരൻ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. ഇത്തവണ കൈവിട്ടുപോയ വട്ടിയൂർക്കാവ് മണ്ഡലം തിരികെ പിടിക്കാമെന്ന് കെ മുരളീധരൻ ഉറച്ചു പറയുന്നു. അതിൽ വാഗ്ദാനങ്ങളടക്കം, ചെയ്യാൻ കഴിയാതെ പോയ വാഗ്ദാനങ്ങളടക്കം ഇത്തവണ നടപ്പിലാക്കുമെന്നുള്ളതാണ് മുരളീധരൻ പറയുന്നത്. ക്യാമറമാൻ സിറിലിനോടൊപ്പം മേഘ്ന മുരളി, 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.